കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഇടാനുള്ള കാരണവും ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണക്ഷൻ എടുക്കുമ്പോൾ ഈ വലിയ TV പിക്ചർ ക്ലാരിറ്റി ഒക്കെ നോക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ടാറ്റാ പ്ലേയും എയർടെലും തന്നെയാണ് മുമ്പിലുള്ളത്. പിക്ചർ ക്ലാരിറ്റി നോക്കി എടുക്കുന്നതാണ് ടാറ്റാ പ്ലേയും എയർടെലും ഒരു അച്ഛൻ്റെ രണ്ട് മക്കളാണ്. രണ്ടാൾക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചില ആളുകളെ TVയുടെ മാറ്റം വെച്ചിട്ട് ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഈ ഇന്ന ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടെന്നൊക്കെ. അത് TVൻ്റെ ഒരു പ്രശ്നമാണ്. മൊത്തത്തിൽ നമുക്ക് ഈ ടാറ്റാ പ്ലേയും എയർടെലും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. ടാറ്റാ പ്ലേ പിക്ചർ ക്ലാരിറ്റി പൊതുവെയുള്ള ഒരു ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായവും പൊതുവേ എൻ്റെ അഭിപ്രായം കൂടി നോക്കുമ്പോൾ പിക്ചർ ക്ലാരിറ്റി അടിപൊളിയാണ്. മറ്റുള്ള DTHനെ അപേക്ഷിച്ച് നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് ടാറ്റാ പ്ലേക്ക്. ഇത് ആദ്യത്തെ പോസിറ്റീവ്. അതേപോലെ തന്നെയാണ് എയർടെൽ ഡിജിറ്റൽ TVയുടെ പിക്ചർ ക്ലാരിറ്റിയും. ടാറ്റാ പ്ലേയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടും ഒരു അച്ഛൻ്റെ രണ്ട് മക്കളായിട്ടാണ് എനിക്ക് തോന്നാറ് ക്ലാരിറ്റിയിൽ. എയർടെൽ ഡിജിറ്റൽ TVയുടെ ഏറ്റവും കുറഞ്ഞൊരു റീചാർജ് കട്ടാവുന്നതിന് മുമ്പാണ് പറയുന്നത് ചെയ്യാൻ സാധിക്കുക 50 രൂപയാണ്. ടാറ്റാ പ്ലേയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ റീചാർജ് കട്ടായിട്ട് ചെയ്യുമ്പോൾ മിനിമം 200, കട്ടായാലും കട്ടായിട്ടില്ലെങ്കിലും 200ആണ് ഏറ്റവും കുറഞ്ഞ റീചാർജ്. എയർടെൽ ഡിജിറ്റൽ TVയുടെ മലയാളം SD പ്ലാൻ ഒരു മാസത്തേക്ക് 239 രൂപയാണ്. ടാറ്റാ പ്ലേയുടേത് മലയാളം SD പാക്ക് മന്ത്ലി 239 രൂപ തന്നെ. ടാറ്റാ പ്ലേയിൽ മലയാളം HD 5 HDയും ബാക്കിയുള്ള എല്ലാ മലയാളം SDയും കൂടി 256 രൂപയാണ്. എയർടെൽ ഡിജിറ്റൽ TVയിൽ മലയാളം എല്ലാ നോർമൽ ചാനലും മലയാളത്തിൽ 5 HDയും കൂടെ നമുക്ക് സ്റ്റാർ സ്പോർട്സും അത്യാവശ്യം ഇൻഫോർടൈൻമെൻറ്റ് ചാനലൊക്കെ കൂടിയിട്ടാണ് 274 രൂപ വരുന്നത്. അതുപോലെ തന്നെ ടാറ്റാ പ്ലേയിൽ മലയാളം SD പ്ലാൻ, മലയാളം മാത്രമുള്ള SD പ്ലാന് നമുക്ക് 1194 രൂപക്കാണ് 6 മാസം കിട്ടുക. അതുപോലെ എയർടെൽ ഡിജിറ്റൽ TVയിൽ മലയാളം SD 6 മാസത്തേക്ക് 1224 രൂപയാണ്. അതുപോലെ എയർടെൽ ഡിജിറ്റൽ TVയിൽ നമുക്ക് മലയാളം 6 മന്ത് HD പ്ലാൻ ചെയ്യുമ്പോൾ 1394 നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സും 2 സ്പോർട്സ് ചാനൽ കൂടെ അതിൽ കിട്ടുന്നുണ്ട് HD ആയിട്ട്. ടാറ്റാ പ്ലേയിൽ 6 മന്ത് HD പ്ലാന് മാത്രം ചെയ്യുമ്പോൾ 1329 രൂപയാണ്. മലയാളം മാത്രമേ ഉള്ളൂ HD ആയിട്ട്. പിന്നെ നമുക്ക് ടാറ്റാ പ്ലേയിൽ കട്ടായിട്ട് ബാലൻസ് കഴിഞ്ഞ് റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസയൊന്നും കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല, 0 ആണ്. എയർടെൽ ഡിജിറ്റൽ TV ഡീആക്ടിവേറ്റ് ആയിട്ട് റീചാർജ് ചെയ്യുമ്പോൾ ഏതൊക്കെ മാസം കട്ടായാലോ എല്ലാ മാസം റീചാർജ് ചെയ്യുമ്പോൾ 15 രൂപ നമ്മൾ അധികമായിട്ട് കൊടുക്കണം അവർക്ക്. ടാറ്റാ പ്ലേയും എയർടെലും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത് ഈ വീഡിയോയിൽ, വേറൊരു ഡീറ്റെയിൽസും താരതമ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ ഏത് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ചാനലുകളിൽ ടാറ്റാ പ്ലേ അപേക്ഷിച്ചിട്ട് ചാനൽ എണ്ണം കുറവാണ് എയർടെലിൽ. ടാറ്റാ പ്ലേയിലേക്ക് വരുമ്പോൾ ഏതൊരു DTHന് വെച്ചിട്ട് എയർടെലിനായിക്കോട്ടെ മറ്റുള്ള ഏത് DTH ആയിക്കോട്ടെ എല്ലാ ലാംഗ്വേജിലുള്ള ചാനലുകളും കൂടുതലുണ്ട്. മലയാളമായാലും തമിഴായാലും സ്പോർട്സ് ആയാലും ഇന്ത്യയിലൊക്കെ ചാനലുകളുടെ എണ്ണം കൂടുതലാണ്. എയർടെൽ ഡിജിറ്റൽ TVയിൽ പോസിങ് ഉണ്ട്. പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ TV കാണുന്നില്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കട്ടാവാതിരിക്കാൻ പോസ് ചെയ്യാം. പക്ഷേ എയർടെലിന് 1 മന്ത് 30 രൂപ, 3 മന്ത് 90 രൂപ ഒക്കെ നമ്മൾ പൈസ കൊടുക്കണം കമ്പനിക്ക്. ടാറ്റാ പ്ലേയിൽ നമുക്ക് പോസിങ് ഉണ്ട്, പക്ഷേങ്കിൽ നമുക്ക് ഈ എയർടെലിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. അതിന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു രൂപ പോലും കട്ട് ചെയ്യില്ല, ഇതിൻ്റെ ബാലൻസ് ഒന്നും കട്ട് ചെയ്യില്ല. എയർടെലിൽ കട്ടാക്കുന്നുണ്ട്, ഇതിന് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പോസ് ചെയ്യാം. ടാറ്റാ പ്ലേ DTHനും 4K ബോക്സ് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ എയർടെൽ ഡിജിറ്റൽ TVക്കും 4K ബോക്സ് ഉണ്ട്, അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എയർടെൽ ഡിജിറ്റൽ TVക്ക് ലൈവ് ചാനൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ലൈവ് TV ആപ്പ്. ചാനൽ എണ്ണം കുറവാണ്. ടാറ്റാ പ്ലേക്ക് ലൈവ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ചാനൽ എയർടെലിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ടാറ്റാ പ്ലേയുടെ 4K ബോക്സിൽ ഒപ്റ്റിക്കൽ ഔട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും 5.1 ഒക്കെ ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ഔട്ട് ആയിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ എയർടെലിൻ്റെ പുതിയ 4K ബോക്സിൽ ഇപ്പം നിലവിൽ അതേ നമുക്ക് കിട്ടും, അതിൽ 4K ഒപ്റ്റിക്കൽ ഔട്ട് ഇല്ല. പൊതുവേ എയർടെൽ ഡിജിറ്റൽ TVയും അതുപോലെ തന്നെ ടാറ്റാ പ്ലേയും സർവീസ് ഗുഡാണ്. മറ്റുള്ള DTHനെ അപേക്ഷിച്ച് നല്ലൊരു അഭിപ്രായമാണ് പൊതുവേ ഞാൻ കേൾക്കാറ്. പെട്ടെന്ന് സർവീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ചാനൽ വേണമെന്നുണ്ട്, ഒരു ദിവസം വേണം ആഡ് ചെയ്യാം, 2 ദിവസത്തേക്ക് ആഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ദിവസം അത്രത്തേക്ക് ആഡ് ചെയ്യാം. ആ ദിവസത്തെ ചാർജ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എയർടെൽ ഡിജിറ്റൽ TV നമ്മൾ ഒരു ദിവസം ആഡ് ചെയ്താലും 2 ദിവസം ആഡ് ചെയ്താലും ഒരു മാസത്തെ പൈസ ഒരുമിച്ച് കട്ട് ചെയ്യും, ഒരു മാസം കണ്ട് തീർക്കുക തന്നെ വേണം. അതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ TVയുടെ അവരെ സ്വന്തം ആപ്ലിക്കേഷൻ ഉണ്ട്, എയർടെൽ താങ്ക്സ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. അതുവഴി ചാനലുകൾ ആഡ് ചെയ്ത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ടാറ്റാ പ്ലേ അപേക്ഷിച്ച് പറയുമ്പോഴാണ്. പക്ഷേങ്കിൽ ടാറ്റാ പ്ലേയിൽ അവരെ ആപ്ലിക്കേഷൻ ചാനൽ ആഡിങ് റിമൂവ് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നൊരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ടാറ്റാ പ്ലേയിലെ പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഇൻസ്റ്റാലേഷൻ ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പരമാവധി എയർടെലിനെ അപേക്ഷിച്ചിട്ട് ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് എയർടെൽ ഡിജിറ്റൽ TVക്ക് വളരെ സ്ലോ ആണ്. ഒരാഴ്ച 2 ആഴ്ച ഒക്കെ പല സ്ഥലത്തും എടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ വേറൊരു പ്രശ്നം, കസ്റ്റമർ കെയറിൽ വിളിച്ച എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് വിളിച്ചിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ചാനലൊക്കെ ആഡ് ചെയ്യാൻ എന്നോടാണ് പറയാറ്. അതുപോലെ തന്നെയാണ് ടാറ്റ പ്ലേ, വിളിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പലർക്കും സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എഴുതി വെച്ചത് ചില ആളുകൾ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഒന്നെങ്കിൽ എഴുതിയാൽ പോലെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ ചില ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലായിക്കോട്ടെ, ചില ആളുകൾക്ക് കേട്ട് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓഡിയോ കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പം പരമാവധി എന്നെക്കൊണ്ട് സംശയങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന സംശയങ്ങൾക്കൊക്കെ ഞാൻ എഴുതിയും പറഞ്ഞും മറുപടി ഇതിൽ തന്നിട്ടുണ്ട്. ഇതൊരു പക്കയായ കാര്യമാണ്. കാരണം ഞാൻ ഈ ഫീൽഡിൽ ഒരുപാട് കാലമാണ്, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം ഇതിൽ പെടാത്ത സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ. അപ്പോൾ വീഡിയോ കാണുന്ന പലരും വീഡിയോ കണ്ടിട്ട് അങ്ങ് പോവുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലൊരു എനർജി കിട്ടും. ഓക്കെ, അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നു.